കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, യേശുവൻ ജീവനിൽ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി മഹിമ കാട്ടി യേശുനാഥൻ. രാജേഷിനെ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. രാജേഷ്, നമ്മളിപ്പോൾ ഈ ഒരു കല എന്ന തിരിച്ചറിവ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകാൻ കാരണം? അതായത് നമ്മൾ തുടങ്ങിയതെന്ന് പറഞ്ഞ ചെറുപ്പത്തിലാണ്. ഒരു ഏകദേശം 7-8 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ കാക്ക, പൂച്ച, നമ്മൾ കാണുന്ന സംഭവങ്ങളിലൊക്കെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിനൊപ്പം തന്നെ നമ്മൾ പാട്ടും പാടിയിട്ടുണ്ടായിരുന്നു, ഗാനമേളകൾ, അതുപോലെ തന്നെ നാടകം. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഈ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് എത്തിയത്. അങ്ങനെ ഇതിലിപ്പോ വരുമ്പോ തന്നെ നമ്മുടെ വീട്ടുകാരോ അങ്ങനെ ആരെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടായിരുന്നോ? വീട്ടുകാരും നാട്ടുകാരും എപ്പോഴും, കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സപ്പോർട്ട് വേണ്ടത് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ സപ്പോർട്ടുമാണ് വേണ്ടത്. അപ്പോൾ ആ സമയത്ത് മുതൽ ഇപ്പോൾ വരെ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാരുടെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും സപ്പോർട്ട് ഉണ്ട്. തികച്ചും പോസിറ്റീവായി തന്നെ പോകുന്ന ഒരാളാണ്. ഈ കല കൊണ്ട് തന്നെയാണോ ജീവിതം ഉപജീവനം ഒക്കെ കഴിയുന്നത്? ഇപ്പോൾ ശരിക്കും കല എന്ന് പറയുന്നത് നമ്മളൊരു സൈഡ് ആണ്. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. തൃശ്ശൂരിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ആണല്ലോ ഈ രാജേഷിൻ്റെ കൂടുതൽ നമ്മുടെ സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഒരു കലയുടെ സാമ്രാജ്യം ഉണ്ടാവും. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു എറണാകുളംകാരൻ അല്ലെങ്കിൽ തൃശ്ശൂർക്കാരനൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരു ഏരിയ ഉണ്ടാവും. ഏത് സൈഡിലാണ് കൂടുതൽ കലാപരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് രാജേഷ്? നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഫ്രീലാൻസർ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുവിധം എല്ലാ ഭാഗത്തും എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ബിംഗ് വർക്കുകളൊക്കെ ആയിക്കോട്ടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജോലിയുടെ തിരക്കിൽ നിന്നും മാറി ലീവൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പ്രോഗ്രാമുകൾ അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഡബ്ബിംഗ് ഒക്കെ ഉണ്ടല്ലേ? സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിംസിനാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്, സിനിമയ്ക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഒരു വഴിത്തിരിവെന്നൊക്കെ പറയുന്നത് ഈ കോമഡി ഉത്സവം പോലുള്ള പരിപാടികളായിരിക്കും. അതെ, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം കോമഡി ഉത്സവം പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ആ സമയത്ത് ഏകദേശം 700ഓളം പേരുണ്ടായിരുന്ന ഓഡിഷനിൽ സെലക്ട് ആയിട്ട് നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റി. അതിനുശേഷം അതിൽ തന്നെ നമുക്കൊരു 3 എപ്പിസോഡ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ അജു വർഗീസിന്റെ ശബ്ദമായിരുന്നു. പുള്ളിയുടെ മുന്നിൽ തന്നെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശബ്ദം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ, തീർച്ചയായും. അജു വർഗീസ് നമ്മുടെ എന്താ പറയുക, ആറാം തമ്പുരാനിലെ ലാലേട്ടന്റെ ഡയലോഗ് പറഞ്ഞ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. ഓക്കെ. എടോ അപ്പനെന്ന് പേരുള്ള തേടി ചിറ്റേ, താൻ ആരെടോ? നാട്ടുരാജാവോ? തന്റെ കളരിയും മർമ്മവിധിയും തരിയുടെ നമ്പരൊക്കെ ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളോട്. ഗോവയ്ക്ക് പോകാൻ വെച്ച കാശെടുത്തിട്ടാണെങ്കിൽ വേണ്ടില്ല, ഇത്തവണ കണിമംഗല കോവിലത്തെ ഉത്സവം ഞാൻ നടത്തും. മോഹൻലാലിന്റെ ശബ്ദത്തിൽ നിന്ന് അജു വർഗീസിലേക്കുള്ള ഒരു പരകായ പ്രവേശമാണ് നടന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പുതുമകളൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മിമിക്രിക്കാണല്ലേ ഇപ്പോൾ? അതെ, കൂടുതലും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കേട്ട് തഴമ്പിച്ച ഡയലോഗുകളായിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ കുറെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡ് ശരിക്കും നമുക്ക് നല്ല പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളെ കുറച്ച് അപ്ഡേറ്റ് ആയാൽ മാത്രമേ നടക്കുള്ളൂ ഇന്നത്തെ കാലത്ത്. അല്ല, ഒരു പഴയ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിൽ മിമിക്രിയിലായാലും ഗാനമേളയിലൊക്കെ ആയാലും എങ്ങനെയാണ് ഒരു മാറ്റം? അതായത് പണ്ട് നമ്മൾ ശബ്ദങ്ങൾ ഈ സ്ഥിരം ചെയ്യുന്ന ഡയലോഗുകളൊക്കെ ആയിരുന്നു ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ സ്പോട്ട് ഡബ്ബിങ് വന്നു, ഡബ്ബിങ്ങിലേക്ക് വന്നു ആൾക്കാർ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന കരോക്കെ മിമിക്രി എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ കരോക്കെ മിമിക്രി അങ്ങനെയൊക്കെ തന്നെ. എന്താണ് ഈ കരോക്കെ മിമിക്രി? കരോക്കെ മിമിക്രി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ ഒരാൾ പറഞ്ഞ, അതായത് കോംബോ സീനുകളിലെ ഡയലോഗ് ഒരാൾ പറയുന്നു, പകരം പറയുന്നത് വേറെ ആളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തിലകനും മോഹൻലാലും തമ്മിലുള്ള കോംബോ സീനിൽ തിലകൻ ഡയലോഗ് പറയുമ്പോൾ മോഹൻലാലിന്റെ ഡയലോഗ് കട്ട് ചെയ്തിട്ട് അവിടെ വേറൊരു വ്യക്തി
മോഹൻലാലിന്റെ ഡയലോഗ് അല്ലാതെ വേറെ ഒരു ഡയലോഗ് പറയുന്ന ലിപ്പിംഗ് രീതിയാണ് അല്ലേ? വേറൊരു ആള് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു തമാശയൊക്കെ കലർന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. പുതിയൊരു രീതിയാണ്. പുതിയ രീതി കരോക്കെ. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കള്ളിമുണ്ടും അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം വേഷങ്ങളുടെ രൂപങ്ങളായി മാറി. അതിനുശേഷം ഇപ്പൊ ശബ്ദങ്ങളുടെ പകർച്ചയാണ്, വേഷ പകർച്ചയാണ്. ശബ്ദത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല അപ്ഡേറ്റ്സും ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. ഡയലോഗുകൾ മാറ്റി തുടങ്ങി. വേറൊരാളുടെ ഡയലോഗ് ഇന്ന ആള് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് മനസ്സിലായത്. ഈ മിമിക്രി എന്നുള്ള രീതിയിൽ തന്നെ ഒരു കാലഘട്ടത്തൊക്കെ ലെജൻസ് ആയിട്ടുള്ള ആരുടെയെങ്കിലൊക്കെ നമ്മൾ അനുകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ രാജേഷ്? ആരെങ്കിലും മിമിക്രിയിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താരങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ മിമിക്രി കലാകാരന്മാർ തന്നെയാണ് കുറച്ച് പ്രഗത്ഭരായിട്ടുള്ളത്. കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വിൻസെന്റ് ഏട്ടന്റെ ശബ്ദമൊക്കെ ചെറുതായിട്ട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്, താങ്കൾ ഒരു ഗായകൻ കൂടിയാണല്ലോ, ഒരു നല്ല പാട്ട് നമുക്ക് ആരുടെയാണ് പാടാൻ കഴിയുന്നത്? ഓക്കെ, ഞാൻ ശബ്ദം അനുകരിക്കാറുള്ളത് ജയേന്ദ്രൻ സാറിന്റെ ശബ്ദം അനുകരിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആലിലത്താലിയുമായി എന്ന പാട്ട് പാടാം. ആലിലത്താലിയുമായി വരുന്നേ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികേ മാനത്തായി മുകിലകലെ മറയുമൊരു യാമത്തിൻ അനുരാഗമലിയുമൊരു മാനത്തായി മുകിലകലെ മറയുമൊരു യാമത്തിൻ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികേ. ഭാവഗായകൻ ജയേട്ടന്റെ ശബ്ദം അനുകരിച്ചാണ് പാടിയതല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു നല്ല ഗാനം തന്നെയാണ്. അപ്പൊ രാജേഷിന്റെ ഈ ഇനിയുള്ള യാത്രയിൽ എന്തൊക്കെയാണ് പുതിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ? പുതിയ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതൽ സിനിമയിലേക്ക് ഡബ്ബിങ്ങുകളും കാര്യങ്ങളും, അതുപോലെ എനിക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ ഡബ്ബിങ്ങും അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനാണ് കുറച്ചുകൂടി താല്പര്യം. അഭിനയത്തെക്കാൾ ഉപരി ഡബ്ബിങ്ങുകൾ അതുപോലെ തന്നെ പാട്ടുകൾ ചെയ്യാനായിട്ടാണ്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നാടൻ പാട്ട് ഇപ്പോൾ പാടാനായിട്ട് സാധിച്ചു. ഞാൻ പിന്നെ വേറൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് 2 വർക്കുകൾ ഇപ്പോൾ നമ്മളെ റിലീസാവാണ്ട് ഓണത്തിന് നമുക്ക്. നാടൻ പാട്ടിന്റെ ഒരു 4 വരി ശ്രോതാക്കൾക്കായിട്ട് പാടാമോ? നാടൻ പാട്ടിന്റെ നമ്മളെ ഇറങ്ങാത്തോണ്ട് അത് പാടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ ചെയ്ത വേറൊരു പാട്ടുണ്ട്, അത് പാടാം. ആയിക്കോട്ടെ. മഴവില്ലഴകേ തേൻമൊഴിയേ അഴകിന്നഴകേ കോകിലമേ മഴവില്ലഴകേ തേൻമൊഴിയേ അഴകിന്നഴകേ കോകിലമേ ഇന്നിൻ തപസുണർത്തിയതാരാണ്? നീയായിരുന്നു, നിൻ പാട്ടായിരുന്നു. രാജേഷ് ചേലക്കരയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഹലോ റേഡിയോന്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും പ്രത്യേകിച്ച് വ്യക്തിപരമായ എൻ്റെ പേരിലും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.